സ്പെഷ്യൽ എഡിഷൻ തുടങ്ങുന്നു. വെടിനിർത്തൽ കരാർ കാലാവധി കഴിഞ്ഞു. UDF-നെ ഉന്നം വെച്ച് വീണ്ടും PC ജോർജ്. പ്രധാന വാർത്തകൾ. UDF ക്യാമ്പിൽ അസ്വസ്ഥത പടർത്തി PC ജോർജിന്റെ തെരഞ്ഞെടുപ്പ് പ്രവചനം. പത്തനംതിട്ടയിലും തിരുവനന്തപുരം അടക്കം പലയിടത്തും UDF തോൽക്കുമെന്ന് ജോർജ്. പത്തനംതിട്ടയടക്കം 15 സീറ്റിൽ ജയം ഉറപ്പെന്ന് VM സുധീരൻ. പൂഞ്ഞാറിൽ തനിക്കെതിരെ ചെയ്യാനുള്ളതെല്ലാം ജോർജ് ചെയ്തിട്ടുണ്ടെന്ന് ആന്റണി. സോണിയാഗാന്ധിയുടെ സമ്മർദ്ദങ്ങൾക്ക് ഡോക്ടർ മൻമോഹൻ സിംഗ് കീഴടങ്ങിയെന്ന് പ്രധാനമന്ത്രിയുടെ ഉപദേഷ്ടാവായിരുന്ന സഞ്ജയ് ബാറു. അമേരിക്കയുമായി സൈനികേതര ആണവ സഹകരണ കരാർ ഒപ്പുവെക്കാനായില്ലെങ്കിൽ രാജിവെക്കുമെന്ന് മൻമോഹൻ ഭീഷണി മുഴക്കിയെന്നും ബാറു. പണമുണ്ടാക്കാനുള്ള ശ്രമമാണ് ആരോപണത്തിന് പിന്നിലെന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസ്. മറച്ചുവെച്ച വിവാഹ വിവരം നരേന്ദ്രമോദിക്ക് തിരിച്ചടിയാകുന്നു. നടപടി ആവശ്യപ്പെട്ട തെരഞ്ഞെടുപ്പ് കമ്മീഷന് കോൺഗ്രസിന്റെ പരാതി. അസം ഖാന്റെയും അമിത്ഷായുടെയും തെരഞ്ഞെടുപ്പ് റാലികൾ നിരോധിച്ചു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിരോധനം ഇരുവരുടെയും വിദ്വേഷ പ്രസംഗങ്ങളുടെ പേരിൽ. ഈ പൊതുതെരഞ്ഞെടുപ്പിൽ പ്രവാസികൾക്ക് വോട്ട് ചെയ്യാനാകില്ല. തപാൽ വോട്ടിൽ പ്രായോഗിക ബുദ്ധിമുട്ടുണ്ടെന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാദം സുപ്രീം കോടതി അംഗീകരിച്ചു. പ്രവാസി വോട്ടിനുള്ള നിർദ്ദേശം 3 മാസത്തിനകം നൽകണമെന്ന് സുപ്രീം കോടതി. കോഴിക്കോട് മലാപ്പറമ്പിൽ സ്കൂൾ പൊളിച്ച സംഭവത്തിൽ സ്കൂൾ മാനേജരെ പുറത്താക്കി. മാനേജർക്കെതിരെ പൊതുമുതൽ നശിപ്പിച്ചതിന് കേസെടുത്തു. സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. വോട്ടെടുപ്പിന് തൊട്ടടുത്ത ദിവസം തന്നെ UDF-ൽ പൊട്ടിത്തെറി. പത്തനംതിട്ടയിലെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം പാളിയെന്നും മണ്ഡലത്തിൽ ജയിക്കുന്ന കാര്യം സംശയമാണെന്നും ചീഫ് വിപ്പ് PC ജോർജ് പറഞ്ഞു. തിരുവനന്തപുരം അടക്കം പലയിടത്തും UDF-ന് തോൽവിയുണ്ടാകുമെന്ന് ഒരു ചാനലിന് നൽകിയ അഭിമുഖത്തിൽ ജോർജ് തുറന്നടിച്ചു. അതിനിടെ മുഴുവൻ സമയവും എതിർചേരിയിൽ നിന്ന ശേഷമാണ് ജോർജ് ഇപ്പോൾ ആശങ്ക പ്രകടിപ്പിക്കുന്നതെന്ന് ആന്റണി പ്രതികരിച്ചു. എന്നാൽ ഇത്തരത്തിലൊരു പരാതിയുണ്ടെങ്കിൽ അത് തെരഞ്ഞെടുപ്പ് സമയത്ത് പറയേണ്ടിയിരുന്നുവെന്ന് KPCC പ്രസിഡന്റ് VM സുധീരൻ പറഞ്ഞു. പത്തനംതിട്ടയിൽ കർത്താവിന്റെ കൃപ കൊണ്ട് ആന്റണി ജയിച്ചാലായെന്നായിരുന്നു PC ജോർജിന്റെ പ്രതികരണം. പത്തനംതിട്ടയിലും ഇടുക്കിയിലും കോൺഗ്രസിന്റെ പ്രചാരണ പരിപാടികൾ പാളി. ആന്റണിയെപ്പോലുള്ളവർ നോട്ടാ ബട്ടൺ ഉപയോഗിക്കാൻ ജനങ്ങളെ പ്രേരിപ്പിക്കുകയാണ്. ഇടുക്കിയിൽ PT തോമസിനെ മാറ്റിയത് പാർട്ടിക്ക് ക്ഷീണം ചെയ്യുമെന്നും PC ജോർജ് പറഞ്ഞു. ജനവിരുദ്ധന്മാർന്ന് മുദ്രയടിക്കപ്പെട്ട ആളുകളെ സ്ഥാനാർത്ഥിയാക്കി ജനങ്ങളോട് ചുമന്നോളാൻ പറയുന്നത് മര്യാദകേടാണ്. ആ മര്യാദകേടാണ് ഇത്തവണ കോൺഗ്രസ് നേതൃത്വം പത്തനംതിട്ട പാർലമെൻറ്റ് സീറ്റിൽ ചെയ്തത്. അവിടെ മുഴുവൻ പേരും എതിരെ ഒരു മനുഷ്യൻ സപ്പോർട്ടില്ല. അദ്ദേഹത്തിൻ്റെ ആ ആന്റണിയുടെ ചേട്ടനും അനിയും കുറേ പിരിവുകാരും അല്ലാതെ ആരും അദ്ദേഹത്തോടൊപ്പം ഇല്ല. എന്നാൽ പത്തനംതിട്ടയിലെ വിജയസാധ്യതയെക്കുറിച്ച് തനിക്ക് ആശങ്കയില്ലെന്ന് ആന്റണി. തന്നെ ഉപദ്രവിച്ചവർക്കാണ് ജയസാധ്യതയെക്കുറിച്ചുള്ള ആശങ്ക. PC ജോർജ് മുഴുവൻ സമയവും എതിർചേരിയിലായിരുന്നെന്നും അദ്ദേഹം പത്തനംതിട്ടയിൽ പറഞ്ഞു. വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു വിജയം എനിക്കുണ്ട്. അക്കാര്യത്തിൽ ജനങ്ങൾ എന്നോടൊപ്പമാണ്. അക്കാര്യത്തെ സംബന്ധിച്ചുള്ള യാതൊരു ആശങ്കയും എനിക്കില്ല. പിന്നെ തെരഞ്ഞെടുപ്പിൽ എന്നെ സഹായിക്കാത്ത ആളുകൾ, എന്നെ ഉപദ്രവിച്ച ആളുകൾക്കാണ് ആശങ്കയുള്ളത്. UDF-ന്റെ പ്രചാരണ പരിപാടികളിൽ പരാതിയുള്ളവർ അക്കാര്യം നേരത്തെ തന്നെ നേതൃത്വത്തെ അറിയിക്കേണ്ടിയിരുന്നുവെന്നാണ് KPCC പ്രസിഡന്റിന്റെ പ്രതികരണം. UDF വിജയിക്കുമെന്ന് ഉറപ്പുള്ള സീറ്റാണ് പത്തനംതിട്ടയിലേതെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കെ തന്നെ അവിടെ എന്തെങ്കിലും പോരായ്മയുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിച്ചിരുന്നെങ്കിൽ നമുക്കത് കൃത്യമായി പരിഹരിക്കാമായിരുന്നു. ഏതായാലും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ ഇങ്ങനെയുള്ള അനാവശ്യമായ വാദപ്രതിവാദങ്ങൾക്ക് പോകാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഏതായാലും തെരഞ്ഞെടുപ്പിൽ പ്രവർത്തനം നടന്നോ ഇല്ലയോ എന്നുള്ളതൊക്കെ ആശ്രയിച്ചിരിക്കുന്നത് റിസൾട്ടിനെ ആശ്രയിച്ചിട്ടാണ്. ന്യൂസ് ഡെസ്ക് മീഡിയ 1. CPIM-ന്റെ ശ്രീ CP നാരായണൻ തിരുവനന്തപുരം സ്റ്റുഡിയോയിൽ, കോൺഗ്രസിന്റെ ഡൊമിനിക് പ്രസന്റേഷൻ കൊച്ചിയിൽ നിന്ന്, PC ജോർജിനെ ടെലിഫോൺ ലൈനിൽ പ്രതീക്ഷിക്കുന്നു. മാധ്യമപ്രവർത്തകൻ ജോൺ P. തോമസ് തിരുവനന്തപുരത്ത് നിന്നും തത്സമയമുണ്ട്. ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ, 20 പൊന്നിൻ കുടങ്ങളാണ് UDF ഇത്തവണ തെരഞ്ഞെടുപ്പിൽ മുന്നിൽ വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞ PC ജോർജ് അതേ നാവുകൊണ്ട് തന്നെ പറയുന്നു സ്ഥാനാർത്ഥി നിർണയത്തിലെ പാകപ്പിഴകൾ കൊണ്ട് ഇത്തവണ UDF-ന് തെരഞ്ഞെടുപ്പിൽ കനത്ത തിരിച്ചടിയാകുമെന്ന്. എന്തുകൊണ്ട് ആയിരിക്കും ജോർജ് ഇങ്ങനെ പറഞ്ഞത്? അത് നിങ്ങൾ ചോദിക്കേണ്ട ജോർജിനോടല്ലേ, എന്നോട് ചോദിച്ചെന്താ കാര്യമുള്ളത്? നിങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കുക എന്താ അദ്ദേഹം അങ്ങനെ പറഞ്ഞതെന്ന്. അതുമാത്രമല്ല എൻ്റെ പ്രതികരണം. അത് അദ്ദേഹത്തോട് തന്നെ ചോദിക്കുക എന്താണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത്. ഞങ്ങളൊരു വാദപ്രയോഗത്തിനില്ല. KPC പ്രസിഡന്റ് പറഞ്ഞു കഴിഞ്ഞു. അത് ഞങ്ങൾ 21-ാം തീയതി ഏകോപന സമിതി കൂടും. ജോർജിന് അങ്ങനെ അഭിപ്രായം ഉണ്ടെങ്കിൽ ജോർജിൻ്റെ നേതാക്കൾ അവിടെ വരുന്നുണ്ട്, അവിടെ ചർച്ച ചെയ്യാം. അല്ല, ഞങ്ങൾ ഒരിക്കലും ഇത് മീഡിയയിൽ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല.
ശരി, ഞാനത് അംഗീകരിക്കുന്നു ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ. പക്ഷേ ശ്രീ ജോർജ് ഇന്ന് ചില പ്രവചനങ്ങൾ നടത്തിയിട്ടുണ്ട്. തിരുവനന്തപുരത്ത് നാടാർ ബെൽറ്റ് ശക്തമായിരുന്നു, അതുകൊണ്ട് ഞങ്ങളുടെ സ്ഥാനാർത്ഥി അതായത് ശശി തരൂർ ജയിക്കാൻ സാധ്യതയില്ല. പത്തനംതിട്ടയിൽ ഒരു കൊള്ളക്കാരനെയാണ് സ്ഥാനാർത്ഥിയാക്കി വെച്ചത്, അദ്ദേഹത്തിന് ജനങ്ങൾക്കിടയിൽ യാതൊരു സ്വാധീനവുമില്ല, സ്ഥാനാർത്ഥിയാക്കരുത് ആന്റണി എന്ന് പലതവണ ഉമ്മൻചാണ്ടിയോട് ആവശ്യപ്പെട്ടതാണ്, പക്ഷേ സ്ഥാനാർത്ഥിയാക്കി, അതുകൊണ്ട് പത്തനംതിട്ട നഷ്ടപ്പെടും. ഇടുക്കിയിൽ ഞങ്ങൾ പലരോടും വോട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ജനം പോയി വോട്ട് ചെയ്യണ്ടേ, അതുകൊണ്ട് ഇടുക്കിയിൽ വലിയ പ്രതീക്ഷ വേണ്ട. കോൺഗ്രസ് അഭിമാന പോരാട്ടം നടത്തുന്ന 3 മണ്ഡലങ്ങളിൽ കോൺഗ്രസിന്റെ UDFന്റെ പരാജയം പ്രവചിച്ചു കഴിഞ്ഞു PC ജോർജ്. അതിന് മറുപടിയുണ്ടോ? ഈ 3 ഞങ്ങൾ ജയിക്കും, അതാ മറുപടി. വേറെ ഒരു മറുപടിയുമില്ല. ഈ 3 സീറ്റിലും വിജയിച്ചുകൊണ്ട് ഞങ്ങൾ എല്ലാവർക്കും മറുപടി കൊടുക്കും, അതിലേ വരാൻ പറ്റുള്ളൂ, അതാ മറുപടി. ശ്രീ സി പി നാരായണൻ, സോളാർ വിവാദത്തിൻ്റെ സമയത്തും ഗണേഷ് കുമാറിൻ്റെ മന്ത്രിസ്ഥാനവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന വിവാദങ്ങൾക്കിടയിലും കസ്തൂരിരംഗൻ റിപ്പോർട്ടിൻ്റെ കാര്യത്തിലുമെല്ലാം പ്രതിപക്ഷത്തിന് സഹായകരമായ രീതിയിൽ ഭരണപക്ഷത്ത് നിന്ന് ഉയർന്ന ശബ്ദമാണ് PC ജോർജിൻ്റേത്. പക്ഷേ വോട്ടെടുപ്പ് കഴിഞ്ഞ തൊട്ടടുത്ത ദിവസം UDFന് പരാജയം സംഭവിക്കാൻ പോകുന്നു എന്ന പ്രവചനം നടത്തിയ PC ജോർജിൻ്റെ വാക്കുകളിലൂടെ കോൺഗ്രസുമായി കേരള കോൺഗ്രസ് അകലുന്നു എന്ന ഒരു രാഷ്ട്രീയ വായനയ്ക്ക് ഇടമുണ്ടോ? അല്ല, അത് PC ജോർജ് മാത്രം പറഞ്ഞാൽ പോരല്ലോ. പല കാര്യങ്ങളിലും കേരള കോൺഗ്രസിൻ്റെ ചെയർമാൻ KM മാണി പറഞ്ഞിട്ടുണ്ട്, ജോർജ് അല്ല ഞാനാണ്, അത് മാണിയാണ് പറയേണ്ടതെന്ന്. അതുകൊണ്ട് ജോർജ് പറയുന്നത് മാണി കേരള കോൺഗ്രസിൻ്റെ അഭിപ്രായമായിട്ട് നമുക്ക് സ്വീകരിക്കാനാവില്ല. പക്ഷേ ജോർജ് പറയുന്നതിൻ്റെ അർത്ഥം ഈ തെരഞ്ഞെടുപ്പിനെ UDF ഒറ്റക്കെട്ടായല്ല നേരിട്ടത് എന്നാണ്. ഇനി അത് എൻ്റെ മാന്യ സുഹൃത്ത് കോൺഗ്രസ്സുകാരിലെ എല്ലാ നേതാക്കന്മാരും എന്ത് പറഞ്ഞാലും PC ജോർജ് പറയാൻ തുടങ്ങിയതെന്ന് പുറത്തു വരുന്നത് ഈ തെരഞ്ഞെടുപ്പ് UDF ഒറ്റക്കെട്ടായല്ല നേരിട്ടത്. അത് ഞങ്ങൾക്ക് 20 മണ്ഡലങ്ങളിലും നേരിട്ട അനുഭവമാണ്. ഏറിയും കുറഞ്ഞും എല്ലാ മണ്ഡലങ്ങളിലും വിവിധ പാർട്ടികൾ തമ്മിൽ, ചില പാർട്ടികളിലെ പ്രവർത്തകർ തമ്മിൽ ഉള്ള പൊരുത്തമില്ലായ്മ, ചിലരുടെ നിർജീവത, ഇതൊക്കെ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഞങ്ങൾ കണ്ടതാണ്, പത്രക്കാരും കണ്ടതാണ്. അതൊക്കെ ഇനി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ സ്ഥിതിക്ക് ഇതൊക്കെ പുറത്തു വരും. അതിൻ്റെ ആദ്യത്തെ വെടിയാണ് PC ജോർജ് പൊട്ടിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത്. ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ, PC ജോർജിൻ്റെ കാര്യത്തിലല്ലേ താങ്കൾക്ക് മറുപടി പറയാൻ ബുദ്ധിമുട്ടുള്ളൂ? CP നാരായണൻ പറഞ്ഞ ഈ വിലയിരുത്തലിനോ? ഈ തെരഞ്ഞെടുപ്പിൽ UDFനകത്ത് ഒരു ഏകോപനം ഉണ്ടായില്ല, ഒരു ഒറ്റക്കെട്ടായി നിന്ന് ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടില്ല, അതാണ് ഒരു വിലയിരുത്തലിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞതെന്ന് അദ്ദേഹത്തിൻ്റെ നിരീക്ഷണത്തിന് മറുപടി ഉണ്ടോ? അത് അദ്ദേഹത്തിൻ്റെ നിരീക്ഷണമല്ലേ. പിന്നെ CP നാരായണൻ എന്ത് പറയണം? ഞങ്ങൾക്ക് ഉണ്ടെന്ന് പറയണോ? അവരുടെ പാർട്ടിയുടെ സ്ഥിതി ഞങ്ങൾക്കും പറയാം. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അങ്ങനെയുള്ള ഒരു വിഴുപ്പലൊക്കെ എനിക്ക് താല്പര്യമില്ല. ഇതൊക്കെ ജനങ്ങൾ വോട്ട് ചെയ്ത് പെട്ടിയിലായി കഴിഞ്ഞു. അടുത്ത മാസം എണ്ണുമ്പോൾ അറിയാം. പിന്നെ അവരും എല്ലാവരും കണക്കൂട്ടിയിരിക്കുകയാണല്ലോ. ഇതിനെപ്പറ്റി അങ്ങനെ ഒരു ചർച്ചയുണ്ട്, വല്ല പ്രസക്തിയുണ്ടോ ഈ ചർച്ചയ്ക്കൊക്കെ? ജനം വോട്ട് ചെയ്ത് കഴിഞ്ഞല്ലോ, നമുക്ക് ആർക്കറിയില്ലല്ലോ, രഹസ്യമല്ല വോട്ടിങ്. അപ്പോൾ ചിലയിടത്ത് പോളിംഗ് കുറഞ്ഞിടത്ത് പ്രശ്നമുണ്ടെന്ന്. ഇപ്പോൾ ഞാൻ കൊച്ചി മത്സരിച്ചപ്പോഴേക്കും അവിടെ 66% പോളിംഗ്, അന്ന് ഭയങ്കര ബഹളമായിരുന്നു. പലരും എന്നെ വിളിച്ച് ചോദിച്ചു, ഞാൻ ഒരു കുഴപ്പമില്ല, ഞാൻ റെക്കോർഡ് ഭൂരിപക്ഷം ജയിച്ചത്. അപ്പോൾ അതുകൊണ്ട് ഇതൊന്നും പ്രശ്നമല്ല, ജനം വോട്ട് ചെയ്ത് കഴിഞ്ഞു, ഞങ്ങൾക്കൊരു സംശയമില്ല, UDF നല്ലൊരു ശോഭയാർന്ന വിജയം ഞങ്ങൾ കേരളം ഒട്ടാകെ ഉണ്ടാകും, ഒരു തർക്കമൊന്നും വേണ്ട. റൈറ്റ്, ശുഭപ്രതീക്ഷ, നല്ലത്. ശ്രീ ജോൺ P തോമസ്, PC ജോർജിൻ്റെ ഈ ഇന്നത്തെ പ്രകടനം, അതിനെ എങ്ങനെയാണ് താങ്കൾ മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ വിലയിരുത്തുന്നത്? PC ജോർജ് ഇന്ന് നടത്തിയിട്ടുള്ള അഭിപ്രായ പ്രകടനം വരും ദിവസങ്ങളിൽ UDFൽ ഉണ്ടാകാൻ പോകുന്ന പൊട്ടിത്തെറികളുടെ ഒരു തുടക്കമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹം ഇന്ന് കൊളുത്തിവിട്ടിട്ടുള്ള പുതിയ ഒരു വിവാദം, ഇത് വരും ദിവസങ്ങളിലും കൂടുതൽ വിവാദത്തിലേക്ക് തന്നെ പോകും. അദ്ദേഹത്തിൻ്റെ ലക്ഷണം കണ്ടിട്ട് ശാന്തമായിരുന്ന കുറച്ച് നാളത്തേക്കെങ്കിലും, കഴിഞ്ഞ ഒരു മാസത്തേക്ക് അല്ലെ 1.5 മാസമായിട്ട് ശാന്തമായിരുന്ന UDFൽ പുകഞ്ഞുകൊണ്ടിരുന്ന എന്തൊക്കെയോ ചിലത് പെട്ടെന്ന് തന്നെ PC ജോർജ് പുറത്തേക്കെടുത്തിട്ടിരിക്കുകയാണ്. ഇത് ഇന്നിപ്പം മനസ്സിലാക്കുന്നത് ആൻ്റണി ഇത് സംബന്ധിച്ച് UDF നേതൃത്വത്തിന് അല്ലെ പാർട്ടി നേതൃത്വത്തിന് പരാതി നൽകിക്കഴിഞ്ഞുവെന്നാണ്.
ഈ പരാതിയും ഇന്ന് അവർ തമ്മിലുള്ള ഈ രാത്രിയിൽ പോലും നടത്തുന്ന വാക്പോര് സൂചിപ്പിക്കുന്നത് ഇത് കൂടുതൽ ആഴങ്ങളിലേക്ക് പോവുകയും അത് മുന്നണിയുടെ ഭദ്രതയെ വീണ്ടും ഒരു ചോദ്യചിഹ്നത്തിലേക്ക് എത്തിക്കും എന്ന് തന്നെയാണ്. കഴിഞ്ഞ കുറച്ച് നാളുകളായി തന്നെ പത്തനംതിട്ടയിൽ ആറന്മുള വിമാനത്താവളവുമായി ബന്ധപ്പെട്ട് പി സി ജോർജും ആന്റോ ആന്റണിയും രണ്ട് വ്യത്യസ്ത ചേരികളിലാണ്. ആന്റോ ആന്റണിയുടെ സ്ഥാനാർത്ഥിത്വത്തെ സംബന്ധിച്ച് പോലും ചില സംശയങ്ങളുണ്ടായിരുന്നു. അവർ രണ്ടുപേരും പലപ്പോഴും അവരുടെ വാക്കുകൾ കൊണ്ട് ഇലക്ഷന് മുന്നിട്ട് പോരാട്ടം നടത്തുന്നുമുണ്ടായിരുന്നു. അത് അവസാനം സ്ഥാനാർത്ഥിത്വ പ്രഖ്യാപനത്തിന് ശേഷം ഒതുങ്ങി നിന്നതാണെങ്കിൽ പോലും വോട്ടെടുപ്പ് കഴിഞ്ഞ് തൊട്ടു പിന്നാലെ മണിക്കൂറുകൾ മഷി ഉണങ്ങുന്നതിന് പിന്നാലെ അവർ തമ്മിലുള്ള തർക്കം ആരംഭിച്ചിരിക്കുന്നു. ഇതിനോട് കോൺഗ്രസ് നേതാക്കൾ പ്രതികരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇത് എങ്ങോട്ട് ചെന്ന് നിൽക്കും എന്നുള്ളത് വരും ദിവസങ്ങളിൽ രണ്ടു പാർട്ടിയുടെ നേതൃത്വങ്ങൾ നടത്തുന്ന ഇടപെടലിന് ശേഷം മാത്രമേ നമുക്ക് വ്യക്തമായി എന്തെങ്കിലും ഒന്ന് പറയാൻ കഴിയുള്ളൂ. ശ്രീ സി പി നാരായണൻ, ഇടതുപക്ഷത്തേക്ക് പോകാനുള്ള സാധ്യത പൂർണ്ണമായി അടച്ചിട്ടില്ലല്ലോ എന്ന് ഒരു ചാനൽ അഭിമുഖത്തിൽ പി സി ജോർജിന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് അവിടെ വാതിൽ അടഞ്ഞു തന്നെ കിടക്കുന്നുണ്ട്, ഞങ്ങൾ താക്കോൽ നോക്കിയിട്ടില്ല, അതേസമയം പോകുന്നോ ഇല്ലയോ എന്ന് ഒരു വ്യക്തമായ മറുപടി പറയാതെ ഒഴിഞ്ഞു മാറുകയാണ് പി സി ജോർജ് ചെയ്തത്. എങ്ങനെയായാലും ഞങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കും എന്ന അഭിപ്രായം പി സി ജോർജ് പ്രകടിപ്പിക്കുകയും ചെയ്തു. ഒരു ഘട്ടത്തിൽ മുന്നണി വിടുന്നതിനെ കുറിച്ച് ഗൗരവമായി ആലോചിച്ചിരുന്നു. കസ്തൂരി രംഗൻ ഗാഡ്ഗിൽ ശുപാർശകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ കേരള കോൺഗ്രസ് സ്വീകരിക്കേണ്ട രാഷ്ട്രീയ നിലപാട് ചർച്ച ചെയ്ത അവസരത്തിൽ മുന്നണി വിടുന്നതിനെക്കുറിച്ച് ഗൗരവമായി ആലോചിച്ചിരുന്നു എന്ന ഒരു സൂചനയും പി സി ജോർജ് നൽകിയിരുന്നു. സ്വാഭാവികമായിട്ടും കേരള കോൺഗ്രസ്സിന് ഒരുപക്ഷെ ജോസഫ് വിഭാഗത്തിന് ഇടതുപക്ഷത്തേക്ക് വരാൻ താല്പര്യമുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു സാധ്യതയെ തള്ളിക്കളയേണ്ട എന്ന് പി സി ജോർജ് പറഞ്ഞതായി നമുക്ക് വിലയിരുത്തിക്കൂടെ? അങ്ങനെയൊന്നും ഇപ്പോൾ ഈ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷം അങ്ങനെ ഒരു വിലയിരുത്തലിന് വലിയ പ്രസക്തി ഉണ്ടെന്ന് തോന്നുന്നില്ല. ഞങ്ങൾ സാധാരണ ഈ ഏതെങ്കിലും സീറ്റ് കിട്ടാത്ത ആൾക്കാരെ അവിടെ നിന്ന് ഉടനെ അവരിങ്ങ് വരുമ്പോൾ അവരെ സ്വീകരിക്കുന്ന നയമല്ല ഞങ്ങൾ എടുക്കാറുള്ളത്. ഞങ്ങൾ മുന്നണിയെ സംബന്ധിച്ച് കഴിഞ്ഞ 46 വർഷമായിട്ട് ഞങ്ങളുടെ സമീപനം, 46 49 വർഷത്തോളമായി, 1965-66 കാലത്താണ് കേരളത്തിൽ ഈ തരത്തിലുള്ള മുന്നണി രാഷ്ട്രീയം വരുന്നത്. ആ മുന്നണികൾ ഉണ്ടാക്കുന്നത് ഏതെല്ലാം കാര്യങ്ങളിൽ ജനങ്ങളുടെ പ്രശ്നങ്ങൾ താൽക്കാലിക പ്രശ്നങ്ങളാവാം, ആ പ്രശ്നങ്ങൾ ഏറ്റെടുത്ത് കൈകാര്യം ചെയ്യുന്നതിൽ യോജിപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ മുന്നണി ഉണ്ടാക്കാറുള്ളത്. കസ്തൂരി രംഗൻ പ്രശ്നത്തിൽ ആ പ്രശ്നം വന്നപ്പോൾ ഞങ്ങൾ പറഞ്ഞു അതിൽ യോജിപ്പുണ്ടെങ്കിൽ, യോജിക്കാൻ തയ്യാറുള്ളവരുണ്ടെങ്കിൽ, കേരള കോൺഗ്രസ് ആണെങ്കിലും മറ്റുള്ളവരാണെങ്കിലും അതിൽ യോജിച്ച്, കാരണം കൃഷിക്കാരുടെ ഒരു വിഭാഗം കൃഷിക്കാരുടെ പ്രശ്നമാണ്, അതിന് യോജിച്ച് സമരം ചെയ്യാൻ ഉള്ളവരുണ്ടെങ്കിൽ ഒന്നിച്ച് നിൽക്കാം. പക്ഷെ ഇപ്പോൾ അങ്ങനെ ഒരു പ്രശ്നവും പറയാത്ത സ്ഥിതിക്ക് ജോർജിൻ്റെ അഭിപ്രായം അതിങ്ങനെ ഒരു ചോരെഴുത്ത് മാത്രമായിട്ട് നിൽക്കുകയാണ്. അതിൽ കൂടുതൽ ഗൗരവം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ജോർജിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രവചനങ്ങളെക്കുറിച്ച് താങ്കൾ എന്ത് പറയുന്നു? അല്ല, അത് ഞങ്ങളുടെ വിലയിരുത്തൽ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഒരു തമാശ എന്താണെന്ന് വെച്ചാൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും ഓരോ മുന്നണിക്കാരും അവരവരുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. ഇപ്പം നമുക്കതിനൊന്നും പറയാൻ പറ്റില്ല. ഓരോരുത്തർക്കും അവരവരുടെ സ്വാതന്ത്ര്യമുണ്ട്, അത് നമ്മുടെ ഭരണഘടന അനുവദിക്കുന്നുണ്ട്. അതുകൊണ്ട് അവരവരുടെ അഭിപ്രായം പറയട്ടെ. പക്ഷേ UDFൻ്റെ ഉള്ളിൽ ഏകാഭിപ്രായമല്ല തെരഞ്ഞെടുപ്പ് ഫലങ്ങളെ കുറിച്ച് എന്നുള്ളതിൻ്റെ സൂചനയാണ് പി സി ജോർജ് നൽകുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അതോ ഇനി പി സി ജോർജിന് അദ്ദേഹം 3 പേര് ജയിക്കില്ല എന്ന് പറഞ്ഞ ആ 3 സ്ഥാനാർത്ഥികളെക്കുറിച്ച് എന്തെങ്കിലും വ്യക്തിപരമായ ആക്ഷേപവും വിയോജിപ്പോ ഉള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണോ അദ്ദേഹം പറഞ്ഞതെന്നറിയില്ല. പക്ഷേ ഞങ്ങൾക്ക് ഞങ്ങളുടേതായ സ്വതന്ത്രമായ വിലയിരുത്തലുണ്ട്. അത് CPIM-ന് മാത്രമല്ല LDF-ന് മൊത്തത്തിലുണ്ട്. അത് ഞങ്ങൾ ഈ 3 സീറ്റിൽ മാത്രമല്ല 20 സീറ്റിലും ഞങ്ങൾക്ക് ആ തരത്തിലുള്ള വിലയിരുത്തലുണ്ട്. അത് ഞങ്ങളുടെ നേതാക്കന്മാർ ഇതിനകം പ്രകടിപ്പിച്ചിട്ടുമുണ്ട്.